أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، وما توفيقي إلا بالله عليه توكلت وإليه أنيب، ولا حول ولا قوة إلا بالله العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ നമ്മയും നമ്മുടെ അഹ്ലുകാരെയും ദുആ ചെയ്യാൻ ഒരുക്കപ്പെടുത്തട്ടെ. അവരുടെയും നമ്മുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. നമ്മിലും കുടുംബത്തിലും ദുആ ചെയ്യാൻ പറയുന്നവരിൽ നമുക്ക് ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന ആഫിയത്തുള്ള ആയുസ് അവർക്കും നമുക്കൊക്കെ അല്ലാഹു തആല നൽകട്ടെ. മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇസ്സത്ത് എന്ന് പറയുന്നത്. മലയാളത്തിൽ ആ വാക്കിന് പ്രൗഢി അല്ലെങ്കിൽ അന്തസ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദുനിയാവിൽ ജീവിക്കുന്ന കാലം അത്രയും, പ്രത്യേകിച്ചും മരിക്കുന്ന സമയത്തും മരണാനന്തര ലോകത്തുമൊക്കെ പ്രൗഢിയും അന്തസ്സും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാത്ത വിശ്വാസികൾ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യമായ പ്രാർത്ഥനകളിലും കൂട്ടമായ പ്രാർത്ഥനകളിലുമൊക്കെ ഇസ്സത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നമ്മൾ ചോദിക്കാറുണ്ട്, ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൽ നിന്നുള്ള പ്രതാപവും പ്രൗഢിയും ലഭ്യമാകുമ്പോൾ മാത്രമാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി പഠിപ്പിക്കുന്ന ഇസ്സത്ത് നേടി എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പ്രൗഢിയും അന്തസ്സും ആഗ്രഹിക്കാത്തൊരു മനുഷ്യനുമില്ല. എന്നാൽ പ്രൗഢിയും അന്തസ്സും വേണ്ടവർ ഏതെങ്കിലും ഭൗതികമായ സ്ഥാനമാനങ്ങളെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഭൗതികമായിരിക്കുന്ന സ്ഥാനമാനങ്ങളെ ആശ്രയിക്കുമ്പോൾ ഒരുപക്ഷെ അന്തസ്സും പ്രൗഢിയും ലഭിച്ചേക്കാം. അത് താൽക്കാലികമാണ്, അത് നശിച്ചു തീരുമെന്നാണ് ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രൗഢി അല്ലെങ്കിൽ ഇസ്സത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഭൗതികമായിരിക്കുന്ന സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് ശാശ്വതമല്ല, അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. കാരണം അത് ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും. നമുക്ക് വേണ്ടത് ശാശ്വതമായ പ്രൗഢിയാണ്, നശിക്കുന്ന പ്രൗഢിയല്ല. അതിനാവശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ അത് വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഇൻ അറദ അൻ യകൂന ലക ഇസ്സുൻ ലാ യഫ്ന ഫലാ തസ്തഇസ്സന്ന ബിഇസ്സിൻ യഫ്ന. ഇൻ അറദ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അൻ യകൂന ലക ഇസ്സുൻ ലാ യഫ്ന, നശിച്ചു പോകാത്ത ശാശ്വതമായ പ്രൗഢി, അന്തസ്സ് നിനക്കുണ്ടാകണമെന്ന് നീ താല്പര്യം വെക്കുന്നുണ്ടെങ്കിൽ നശ്വരമായ നശിച്ചു പോകുന്ന പ്രൗഢി ഒരിക്കലും നീ അന്വേഷിക്കാൻ പാടില്ല. നശ്വരമായ പ്രൗഢി എന്ന് പറഞ്ഞാൽ, നശിച്ചു പോകുന്ന പ്രൗഢി എന്ന് പറഞ്ഞാൽ നിലനിൽക്കാത്ത ഭൗതികമായിരിക്കുന്ന സ്ഥാനമാനങ്ങളെ ഭൗതികത ഉദ്ദേശിച്ചുകൊണ്ട് താല്പര്യം വെക്കലാകുന്നു, അതിനാഗ്രഹിക്കലാകുന്നു എന്ന്. ഒരുപക്ഷെ അവന്റെ ആഗ്രഹം പോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയേക്കാം. പക്ഷേ അത് ശാശ്വതമല്ല, നിലനിൽക്കുന്നതല്ല.
അത് കിട്ടിയിട്ട് ദുനിയാവിലോ അല്ലെങ്കിൽ ആഖിറത്തിലോ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണമെന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന അന്തസ്സ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന പ്രൗഢി, അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, അള്ളാഹുവിനെ കൊണ്ടാണ് ഇസ്സത്ത് ഉണ്ടാകുന്നത്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയും ജീവിതത്തിൽ പുലർത്തുകയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാറി നിൽക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ജീവിതത്തിൽ മാറി നിൽക്കുകയും അള്ളാഹുമായി ബന്ധപ്പെട്ട കടപ്പാടുകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രൗഢി, അള്ളാഹുവിനെ കൊണ്ടുള്ള ഇസ്സത്ത്, അന്തസ്സ് ഒരു മുഅ്മിനായ മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇത്തിബാഇ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമൽ ബിത്വാഅത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുന്നതിലൂടെയും അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിച്ചുകൊണ്ടുള്ള ജീവിത ക്രമങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ശാശ്വതമായ നശിക്കാത്ത ഇസ്സത്തിന്റെ ഉടമസ്ഥന്മാരായി മുഅ്മിനീങ്ങൾക്ക് മാറാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. സൂറത്ത് മുനാഫിഖിന്റെ 8-ാമത്തെ വചനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. പ്രതാപം അല്ലാഹുവിനാണ്, പ്രതാപം അവന്റെ റസൂലിനാണ്, പ്രതാപം മുഅ്മിനീങ്ങൾക്കുമാണ്. അത് തീർച്ചപ്പെടുത്തി അത് വളരെ വിശദമായി കൊണ്ട് പറയുന്നു. അള്ളാഹുവിനും റസൂലിനും മുഅ്മിനീങ്ങൾക്കും അല്ലാതെ ശാശ്വതമായിരിക്കുന്ന പ്രതാപം നേടിയെടുക്കാൻ കഴിയുകയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. കപട വിശ്വാസികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാലഘട്ടത്തിൽ ജീവിച്ചപ്പോൾ നബിയെയും മുഅ്മിനീങ്ങളെയും സ്വഹാബികളെയും അനുസരിക്കേണ്ടതിന് പകരം സത്യനിഷേധികളായ ആളുകളെ കൂട്ടുപിടിക്കുകയും അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്ലാമികമായിരിക്കുന്ന സംസ്കാരങ്ങൾ നശിപ്പിക്കുവാൻ വേണ്ടി ആക്കം കൂട്ടുകയും ചെയ്തതായി സൂറത്തുൽ നിസായിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശദീകരിക്കുന്നുണ്ട്. കപടന്മാരായിരിക്കുന്ന ആളുകൾ സത്യനിഷേധികളായ ആളുകളിൽ നിന്നാണ് പ്രൗഢിയും അന്തസ്സും ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ കൂടെ കൂടിയത്. ഭൗതികമായിരിക്കുന്ന താല്പര്യങ്ങൾ മാത്രമാണ് അതിന്റെ പിന്നിലുള്ളത്. അവർ ഉദ്ദേശിക്കുന്നത് ഭൗതികമായിരിക്കുന്ന അന്തസ്സാണ്, പ്രൗഢിയാണ്. അവരെ തിരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസാഇന്റെ 139-ാമത്തെ വചനം പഠിപ്പിച്ചു, ഈ കപടന്മാരായ ആളുകൾ സത്യനിഷേധികളുടെ അടുക്കൽ നിന്നാണോ പ്രൗഢി അന്വേഷിക്കുന്നത്? പ്രൗഢി മുഴുവനും അല്ലാഹു തആലക്കുള്ളതാണ്. അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ്, അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുമ്പോഴേ ശാശ്വതമായ നശിക്കാത്ത പ്രൗഢിയും അന്തസ്സും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സൂറത്തുൽ നിസാ പഠിക്കുന്നത്. ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ എഴുതി വെച്ചതായി കാണാൻ കഴിയും, ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് വലാ യനാലുഹാ ഇല്ലാ ഔലിയാഉഹു, അല്ലാഹു തആല ഔലിയാക്കന്മാർക്കല്ലാതെ നേടിയെടുക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ കൂട്ടുപിടിച്ചവർക്ക് മാത്രം. സത്യനിഷേധികളെയോ കപടന്മാരെയോ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അവരാഗ്രഹിക്കുന്നത് പോലെ കിട്ടുന്ന പ്രൗഢിയും പ്രതാപവും അത് എക്കാലത്തും നിലനിൽക്കുന്നതല്ല, അത് നശിച്ചു തീരുക തന്നെ ചെയ്യും. ദുനിയാവിലും അതുകൊണ്ട് കാര്യമില്ല, മരണാനന്തര ലോകത്തും അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല എന്ന് ഖുർആൻ സമർത്ഥിക്കുന്നു. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കും. അള്ളാഹുവിനെ കൂട്ടുപിടിക്കുന്നവർക്ക് മാത്രമേ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അത് ഒരു മുഅ്മിനായ മനുഷ്യനെ ഉണ്ടായിത്തീർന്നാലോ, നേടിയെടുക്കാൻ കഴിഞ്ഞാലോ അത് നോക്കിയാൽ കാണുന്ന കാര്യമില്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ അള്ളാഹു തആല കൊടുക്കുന്നത് പ്രത്യേകമായ ഗുണവിശേഷണമാണ്. അളന്ന് തിട്ടപ്പെടുത്താനോ അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനോ നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു തആല നൽകുന്ന പ്രത്യേകമായ ഒരു ബഹുമതി. അതൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാലോ, മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ പറയുകയാണ്, അല്ലാഹു തആല പ്രതാപം കൊടുക്കാൻ ഒരാൾക്ക് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവർ പ്രതാപം കിട്ടുകയും ചെയ്യാൻ ആ മനുഷ്യനെ അപമാനപ്പെടുത്താൻ, അപകീർത്തിപ്പെടുത്താൻ ലോകത്തിനും ശക്തിക്കും കഴിയുകയില്ല. ഒരു മനുഷ്യൻ കഴിയില്ല. വർത്തമാനകാല സാഹചര്യങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന് വേണ്ടതും മുസ്ലിം ഉമ്മത്തിന്റെ സാഹചര്യങ്ങൾ തേടുന്നതും ഇസ്സത്താണ്, പ്രതാപമാണ്, പ്രൗഢിയാണ്, അന്തസ്സാണ്. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ലഭിക്കാൻ കഴിയണം.
അവരിൽ നിന്നും അത് കിട്ടാൻ സാധിക്കണം. അവിടെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ഉമ്മത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ വളർന്നു വന്നാൽ ഒരു ശക്തികൾക്കും ഒരു ഭരണാധികാരികൾക്കും ഒരു ഭരണകൂടത്തിനും ഈ ഉമ്മത്തിനെ അപമാനപ്പെടുത്തുവാൻ അപകീർത്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് ഉറപ്പിച്ചും മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അത്താഹുല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാഹ് ഇത് വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ട് അതിന്റെ വിശദീകരണത്തിൽ പറയുന്നതായി കാണുവാൻ നമുക്ക് കഴിയുകയാണ്. ഒരു മനുഷ്യൻ ഹാറൂൻ റഷീദ് ഭരണാധികാരിയായിരുന്ന സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ, വേഷവിധാനങ്ങളിലൊന്നും അത്ര ഒരു പ്രൗഢിയൊന്നും തോന്നിക്കാത്ത, സാധാരണക്കാർക്ക് അന്തസ് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാധുവായ ഫക്കീർ ഹാറൂൻ റഷീദിനോട് ഉപദേശം കൊടുക്കും, നന്മ കൊണ്ട് ഉപദേശം കൊടുക്കുക. ഹാറൂൻ റഷീദിന് അത്ര അത് ധരിച്ചില്ല. ഒരു ഫക്കീറായ കീറി പറഞ്ഞ വസ്ത്രം ധരിച്ച ഒരു സാധുവായ മനുഷ്യൻ, കാലിൽ ചെരുപ്പൊന്നും ധരിക്കാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ ഭരണാധികാരിയെ തിരുത്തുവാനോ ഭരണാധികാരിക്ക് സതുപദേശം നൽകുവാനോ അങ്ങനെ ഒരു ചിന്തയാണ് ഹാറൂൻ റഷീദിന്റെ കണ്ണിലേക്ക് കടന്നു വന്നത്. ആ വ്യക്തിയിലേക്ക് നോക്കി വ്യക്തിയുടെ നാവിലും തുമ്പിലൂടെ കടന്നു വന്ന കനപ്പെട്ട വാക്കുകളുടെ ഗാംഭീര്യത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടാതെ ആ മനുഷ്യന്റെ സാഹചര്യങ്ങളിലേക്കാണ് ഹാറൂൻ റഷീദ് നോക്കിയത്. എനിക്ക് സതുപദേശം നൽകുവാൻ ആളോ, എന്നെ തിരുത്തുവാൻ ആളോ എന്ന് ചിന്തിച്ചു. ആ സമയത്ത് കോപാകുലനായ ഹാറൂൻ റഷീദ് ആ മനുഷ്യനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ചങ്ങലകളിൽ ദുഷിച്ച സ്വഭാവമുള്ള അല്ലെങ്കിൽ കോപാകുലനായി നിൽക്കുന്ന ഒരു കോവർ കൈദിയുടെ അടുക്കൽ കൊണ്ടുപോയി മനുഷ്യനെ ചങ്ങലകളിൽ കൂട്ടി ബന്ധിപ്പിക്കുക എന്ന് പറയും. കെട്ടിക്കൂട്ടുക, കാലും കൈയൊക്കെ കെട്ടിക്കൂട്ടിയിട്ട് ദുസ്വഭാവിയായ ഒരു കോവർ കൈയുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നു. കോവർ കൈതായി മനുഷ്യനെ കൊന്നുകളഞ്ഞോളും എന്ന് പറഞ്ഞു. ക്രുദ്ധനായി നിൽക്കുന്ന കോവർ കൈദിയുടെ മുമ്പിലേക്ക് ഹാറൂൻ റഷീദിന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ കാലുകളും കൈകളും കൂട്ടി ബന്ധിപ്പിച്ചുകൊണ്ട് ആ കോവർ കൈദിയുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കോവർ കൈദി ഇങ്ങനെ ചുറ്റുഭാഗങ്ങൾ നടന്ന് ശരീരം നിന്ന് മണത്ത് മാറി നിന്നു എന്നുള്ളതല്ലാതെ ഹാറൂൻ റഷീദും ഉദ്യോഗസ്ഥന്മാരും ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ആ സമയത്ത് ഹാറൂൻ റഷീദ് പറഞ്ഞു, നിങ്ങൾ ഇവനെ ജയിലിൽ അടക്കുക, കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ഒരു ഇരുട്ടുള്ള മുറിയിൽ കൊണ്ടുപോയിട്ടിട്ട് ആ റൂം ബന്ധിപ്പിച്ച് പൂട്ടുക, എന്നിട്ട് താക്കോൽ കൈവശം വെച്ചിടുക എന്ന് പറഞ്ഞു. നിർദ്ദേശിക്കപ്പെട്ടതുപോലെ ഹാറൂൻ റഷീദിന്റെ ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്യുകയാണ്. ചെയ്തു. അവർ പുറത്തേക്ക് ഇറങ്ങി കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ തോട്ടത്തിലൂടെ നടന്നു വരുന്നുണ്ട്. കാരാഗ്രഹത്തിന്റെ ഉള്ളിലെ ഇരുട്ട് നിറഞ്ഞ റൂമിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വാതിലുകൾ അടച്ചുപൂട്ടി ഭദ്രമാക്കി താക്കോൽ സൂക്ഷിച്ചു ഉദ്യോഗസ്ഥന്മാർ. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹാറൂൻ റഷീദിനെയും പരിവാരങ്ങളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സമീപത്തുള്ള തോട്ടത്തിലൂടെ നടന്നു വരുന്നുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യനെ രാജാവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടു. ചോദിച്ചു രാജാവ് ഈ മനുഷ്യനോട്, മൻ അഖ്റജക മിനസ് സിജ്നി, ആരാ നിന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയത്? ഈ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, അല്ലദീ അദ്ഖലനി അൽ ബുസ്താൻ, തോട്ടത്തിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചവൻ. ആരാ നിന്നെ ജയിലിൽ നിന്ന് പുറത്താക്കിയത്? തോട്ടത്തിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചവൻ. രാജാവ് ചോദിച്ചു, മൻ അദ്ഖലക അൽ ബുസ്താൻ, ആരാ നിന്നെ തോട്ടത്തിലേക്ക് പ്രവേശിപ്പിച്ചത്? അല്ലദീ അഖ്റജനി മിനസ് സിജ്ൻ, ജയിലിൽ നിന്നും എന്നെ പുറത്താക്കിയ ആൾ. ഇതാണ് കൊടുത്ത മറുപടി. ഈ മറുപടിയുടെ മുമ്പിൽ ഹാറൂൻ റഷീദ് പകച്ചു പോവുകയാണ്. അന്തം വിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇതൊരു സാധാരണ മനുഷ്യനല്ല, അല്ലാഹു തആല ഇസ്സത്ത് കൊടുത്ത മഹാനാണ്, അല്ലാഹു തആല പ്രൗഢി കൊടുത്ത മഹാനാണ്, അല്ലാഹു തആല അന്തസ്സ് കൊടുത്ത മഹാനാണ്. അതുകൊണ്ട് ഈ സത്യം ഹാറൂൻ റഷീദ് തിരിച്ചറിഞ്ഞു. ഇയാളെ അപകീർത്തിപ്പെടുത്തുവാനോ അപമാനപ്പെടുത്തുവാനോ എനിക്ക് കഴിയൂല. എനിക്ക് മാത്രമല്ല, ഭൂമിന്റെ മുകളിൽ ഒരു മനുഷ്യൻ വിചാരിച്ചാലും ഈ സാധുവായ ഫക്കീറിനെ അപകീർത്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന സത്യം തിരിച്ചറിയുകയാണ്. ആ സമയത്ത് ഹാറൂൻ റഷീദ് പറഞ്ഞു, ഒരു വാഹനം ഏർപ്പാട് ചെയ്യുക. എന്നിട്ട് ആ വാഹനത്തിന്റെ മുകളിൽ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ കയറി നിന്നിട്ട് ടൗണുകളിലൂടെ മുഴുവനും നടന്നിട്ട് അനൗൺസ്മെന്റ് ചെയ്യണം. എന്താ അനൗൺസ്മെന്റ് ചെയ്യേണ്ടത്? അലാ ഇന്ന ഹാറൂന അറാദ അയ്യുദില്ല അബ്ദൻ അഅസ്സഹുല്ലാഹു ഫലം യഖ്ദിർ. അതാണ് അനൗൺസ്മെന്റ് ചെയ്യേണ്ട മാറ്റർ, പറഞ്ഞു കൊടുക്കേണ്ട വാക്ക്, വിളിച്ചു പറയേണ്ട വാക്ക് അതാണ്. നല്ലൊരു വാഹനം ഏർപ്പാട് ചെയ്തു. അതിന്റെ മുകളിൽ ഒരു ഉദ്യോഗസ്ഥനെ ഇരുത്തി ആളുകൾ കൂടെ നടന്നുകൊണ്ട് പോകാൻ. എന്നിട്ട് പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും അനൗൺസ്മെന്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ?
അല്ലാഹു തആല ഇസ്സത്ത് കൊടുത്തൊരു മനുഷ്യനെ ഹാറൂൻ റഷീദ് നിന്ദ്യമാക്കാൻ അപമാനപ്പെടുത്താൻ കരുതിയിട്ട് അത് നടക്കുന്നില്ല. ഈ സത്യം ജനങ്ങളോട് വിളിച്ചു പറയുക എന്ന്. അല്ലാഹു തആല പ്രൗഢി കൊടുത്തൊരു മനുഷ്യനെ, അല്ലാഹു തആല അന്തസ്സ് കൊടുത്തൊരു മനുഷ്യനെ ഈ ദുനിയാവിൽ നിർവീര്യമാക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തികൾക്കും അല്ലാഹു തആല അധികാരം കൊടുക്കില്ല. വേണ്ടത് ഇസ്സത്താണ്. അല്ലാഹുവിൽ നിന്ന് കിട്ടണം, അതാണ് വേണ്ടത്. ഇഖാദുൽ ഹിമമിൽ വളരെ വ്യക്തമായി സംഭവം സൂചിപ്പിക്കുന്നുണ്ട്. അത് വേണം, അതില്ലെങ്കിൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. വർത്തമാനകാല സാഹചര്യം ഉമ്മത്തിനോട് തേടുന്നത് പ്രതാപം വാങ്ങൂ, പ്രൗഢി വാങ്ങൂ, അന്തസ്സ് വാങ്ങൂ മിനല്ലാഹി തആല, അല്ലാഹു തആലയിൽ നിന്ന്. അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസ വഹിക്കുന്ന തലമുറകളാണ് ഉമ്മത്തിന് ആവശ്യം. വൃത്തികേടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെയും അതുപോലെ തന്നെ മയക്കുമരുന്നുകളുടെയും ഒക്കെ ഉപയോഗങ്ങളും കൈമാറ്റങ്ങളും വിൽപ്പനകളും ഒക്കെ വളരെ തകൃതിയായി 7ാം ക്ലാസ് മുതലുള്ള കുട്ടികളിലൊക്കെ അത് വളരെ വ്യാപകമായ പ്രത്യാഘാതങ്ങളോടുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മത്ത് നശിക്കുകയാണ്, സ്വയം നശിച്ചു തീരുകയാണ്. അവരെ നശിപ്പിക്കാൻ ഒരു വിഭാഗം ആളുകൾ കുലിശിത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇനിയും നമ്മൾ ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ ഉമ്മത്തിന്റെ അപജയങ്ങളെ നേർക്ക് നേരെ നിന്നുകൊണ്ട് കാണാൻ നമുക്ക് കഴിയേണ്ടി വരും എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് പ്രധാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് മറ്റൊരിടത്തുമല്ല, പടപ്പുകളിൽ നിന്ന് ഉണ്ടെങ്കിൽ പറയുന്നില്ല, പടപ്പുകളിൽ നിന്നല്ല അത് വേണ്ടത്. അല്ലാഹു തആലയിൽ നിന്ന് കിട്ടുന്ന രീതികൾ സ്വീകരിക്കണം. ഒരാള് വിശുദ്ധ കഅബാലയത്തിൽ വന്നുകൊണ്ട് അഹങ്കാരം നടിച്ച സംഭവം മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മക്കാവിൽ വന്നുകൊണ്ട് കിബ്ർ നടിച്ചു, വലിയ ആളായ സമൻ എന്നെ ബഹുമാനിക്കണം എല്ലാവരും എന്നുള്ള ചിന്ത കടന്നു വന്നു. അതോടുകൂടെ അല്ലാഹു തആല അവനെ താഴ്ത്തി കളഞ്ഞു. പ്രൗഢിയും അന്തസ്സും പ്രതാപവും മറ്റുള്ളവരിൽ നിന്നും ആഗ്രഹിച്ച ഒരു മനുഷ്യന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ്. അത് പാടില്ലായിരുന്നു. എവിടെ വന്നുകൊണ്ട് അഹങ്കാരിയാകുന്നത്? വിശുദ്ധ കഅബയുടെ സമീപത്ത് പാടില്ലല്ലോ. ബക്ക എന്ന് പറയുന്നത് തന്നെ എന്താ? ഇന്നവല ബൈത്തിൽ മുഅ്മിന ലിന്നാസി ലല്ലതി ബക്കത മുബാറക. അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ച ഭവനം ബക്കയിലാണ്. എന്താ ബക്ക എന്ന് പറയുന്നത്? അഹങ്കാരികൾ അല്ലാഹു തആല പൊടിച്ചു കളയും. ആ മണ്ണിൽ വന്ന് ധിക്കാരം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കഴിയില്ല, അഹങ്കാരം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കഴിയില്ല. മസീഹ് ദജ്ജാലിന്റെ വരവ് പോലും അവിടെ സാധ്യമല്ല എന്ന് പഠിപ്പിക്കുകയാണ്. അത് ഏറ്റവും പുണ്യമേറിയ ഭവനമാണ്, ഏറ്റവും പുണ്യമേറിയ ഇടമാണ്. അവിടെ മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ സമ്പത്ത് കൊണ്ടോ പ്രൗഢി കൊണ്ടോ അഹങ്കാരം നടിക്കുന്ന ആളുകൾക്ക് അവര് നിർവീര്യമായി പോകും. ഭൂമി അവരെ ആഴ്ത്തിക്കളയുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അവിടെ വന്നുകൊണ്ട് അഹങ്കാരം നടിച്ചൊരു മനുഷ്യനെ അല്ലാഹു തആല തരം താഴ്ത്തി കളഞ്ഞു. അവസാനം അവിടെ യാചിക്കുന്നിടത്തേക്ക് വരാൻ മനുഷ്യൻ എത്തിപ്പെട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കും. അയാൾ പറയാണ്, മനുഷ്യന്മാർ വിനയം കാണിക്കേണ്ട സ്ഥലത്ത് ഞാൻ അഹങ്കരിച്ചു പോയി, മനുഷ്യന്മാർ ഉയരേണ്ട സ്ഥലത്ത് അല്ലാഹു തആല തരം താഴ്ത്തി കളയുകയും ചെയ്തു എന്ന് പറഞ്ഞ് പിന്നെ തെണ്ടി തെരഞ്ഞു നടക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവരിൽ പെടാനുള്ള ഒരു ഭാഗ്യമാണ് നമുക്ക് വേണ്ടത്. അതിന് അല്ലാഹു തആല പറഞ്ഞ അമലുകളെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുവരിക എന്നുള്ളതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അറാദൽ ഗിനാ ബിഗൈരി മാൽ, സമ്പത്തില്ലാതെ ഐശ്വര്യം ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ അറാദൽ ഗിനാ ബിഗൈരി മാലിൻ, മുതലില്ലാതെ മുതലാളിയാകണമെന്ന് ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, വൽ കസറത ബിഗൈരി അശീറ, കുടുംബങ്ങളില്ലാതെ തന്നെ ഭൂരിപക്ഷമാകണമെന്ന്, ബാഹുല്യമുണ്ടാകണമെന്ന്, പെരുപ്പമുണ്ടാകണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തെറ്റിൽ നിന്ന് മാറണം, അല്ലാഹുവിനെ അനുസരിക്കുന്ന റസൂലിനെ അനുസരിക്കുന്ന പ്രതാപത്തിലേക്ക് നീങ്ങണം. ഇസ്സത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലാഹു തആലക്കെതിരായി നീങ്ങുന്ന ജീവിത നിലപാടുകളിൽ നിന്ന് മാറിയിട്ട് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ജീവിത ചുറ്റുപാടുകളിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹു മുതലില്ലാതെ മുതലാളിയാക്കുമെന്ന്, അല്ലാഹു സമ്പത്തില്ലാതെ ഐശ്വര്യവാനാക്കുമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമുക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൽ അതാണ്. സമ്പത്തില്ലാത്ത ഐശ്വര്യം, സമ്പത്തില്ലാത്ത പ്രതാപം, സമ്പത്തില്ലാത്ത പ്രൗഢി, ഭൗതികതയില്ലാത്ത അന്തസ്സ്. അല്ലാഹുവിനെ അനുസരിക്കലേ നിർവാഹമുള്ളൂ, മുത്തനബി അനുസരിക്കലേ നിർവാഹമുള്ളതിനപ്പുറം ഒന്നുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറിന്റെയും ഇസ്സത്തിന്റെയും മേനയുടെയും ഉപത്തിന്റെയും ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
വേദിയിലേക്ക് പറഞ്ഞ സംഖ്യയിൽ നിന്ന് 7500 രൂപ ഒരു വ്യക്തി നൽകി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന്റെ സംഭാവന സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന് നല്ല മുറാദുകൾ അല്ലാഹു തആല കൂട്ടി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മരിച്ചുപോയ മാതാപിതാക്കൾ, സഹോദരൻ അടക്കമുള്ളവരുടെ ഖബറുകൾ അല്ലാഹു തആല സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫ നൽകി സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ഒരു പ്രത്യേകമായ കാര്യം ഉദ്ദേശിച്ച് നമ്മുടെ ദർസിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ദിവസത്തെ ഫുൾ ഭക്ഷണം നേർച്ചയാക്കുകയും അതിനുശേഷം ആ കാര്യം പൂർണ്ണമായി എന്ന് പറഞ്ഞു അതിനാവശ്യമായ സൗകര്യങ്ങൾ അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് നേർച്ച കബൂൽ ചെയ്യട്ടെ, മുറാദുകൾ കൂട്ടി കൊടുക്കുമാറാവട്ടെ. അതുപോലെ പുറത്തുനിന്ന് ഒരു സഹോദരൻ കുട്ടികളുടെ ദർസ് ഫണ്ടിലേക്ക് 1000 രൂപ സംഭാവന നൽകിയിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംഭാവന സ്വീകരിച്ച് ആ സഹോദരന്റെ നല്ല മുറാദുകൾ ദർസിലേക്ക് കൊടുക്കുമാറാവട്ടെ. ഖൈറിന്റെ വഴികൾ അല്ലാഹു തആല ഫതഹ് കൊടുക്കുമാറാവട്ടെ. ഇന്നലെ സ്വലാത്തിലേക്ക് 2 വ്യക്തികളാണ്, 2 കുടുംബങ്ങളാണ് ചീഴി കൊണ്ടുവന്നത്. അല്ലാഹു അത് അവരിൽ കബൂൽ ചെയ്ത റഹ്മാൻ നൽകട്ടെ. എല്ലാ വിഷയത്തിലും അല്ലാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഏക്കാടൻ അലിബാബുവിന്റെയും സുദ്ദീഖിന്റെയും മരിച്ചുപോയ വീരനാഥിന്റെ ഉമ്മയായ ആയിഷ ജുമദത്ത മഹദി ജീവിതകാലത്ത് ഉപയോഗിച്ച ഒരു സ്വർണ്ണമാല മഹദി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മഹദിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ കൂടിയാലോചിച്ച് നമ്മുടെ പള്ളിയിൽ സംഭാവന തന്നിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സ്വർണ്ണമാല സംഭാവന നൽകിയത് ബന്ധപ്പെട്ടവരിൽ കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം അവർക്ക് നൽകട്ടെ. അവരുടെ നല്ല ഉദ്ദേശം അല്ലാഹു തആല കൂട്ടി കൊടുക്കട്ടെ. അല്ലാഹു ആ സ്വർണ്ണമാല സംഭാവന നൽകുക വഴി അതിന്റെ മിസ്ല സവാബ് ആ ഉമ്മയുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ഖബർ സ്വർഗ്ഗീയ പൂങ്കാവനമായി കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. മരിച്ചുപോയ തന്റെ മാതാപിതാക്കൾ, ഭർത്താവ്, മകൻ അടക്കമുള്ളവരോടുകൂടെ ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ തന്നെ ആ സ്വർണ്ണമാല പള്ളിക്ക് നൽകിയത് വഴിയായി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ റഹ്മാൻ. വയസ്സിന്റെ നാൾ വരെ അവിടെ തന്നെ ഇടം നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. സ്വർഗ്ഗലോകത്തുനിന്ന് പകരം സ്വർണ്ണ ആഭരണങ്ങൾ ധരിക്കാൻ ഉമ്മക്ക് ഭാഗ്യം നൽകണേ റഹ്മാൻ. സന്തോഷകരമായ സാഹചര്യം ഒരുക്കി കൊടുക്കണേ റഹ്മാൻ. ആമീൻ റഹ്മത്തിക റഹ്മാൻ റഹീം. ഞായറാഴ്ച PSC പരീക്ഷയ്ക്ക് പോകുന്ന സഹോദരൻ പ്രത്യേക ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് കേന്ദ്രയിലേക്ക് 1500 രൂപ സംഭാവന നൽകുന്നു. റഹ്മാനായ റബ്ബ് സംഭാവന കബൂൽ ചെയ്യട്ടെ. അവർ ഉദ്ദേശിക്കുന്നത് പോലെ ആ പരീക്ഷ നേരിട്ട് അത് വിജയിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിലൂടെ അവരുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മഹല്ലിനും നാട്ടുകാർക്കും ഒക്കെ സന്തോഷിക്കാനുള്ള സാഹചര്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ വിജയം നൽകി അല്ലാഹു തആല നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹീമായ രാജസയ്യിദായ തമ്പുരാനെ ദുനിയാവിലും ആഖിറത്തിലും നിന്റെ പൊരുത്തം കിട്ടുന്ന അമലുകൾ മരണം വരെ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ പറ്റിപ്പോയ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും നിന്റെ മഹ്ദഫുൽ കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഈ മജ്ലിസിനെ സ്വർഗ്ഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. മജ്ലിസിൽ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും ബറക്കത്തും ഐശ്വര്യവും നൽകണേ റഹ്മാൻ. അല്ലാഹുവേ ദുനിയാവിലും ഞങ്ങൾക്ക് ഇസ്സത്ത്, മരണസമയത്തും ഇസ്സത്ത്, മരണത്തിന് ശേഷമുള്ള ലോകങ്ങളിൽ ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. നിന്റെ ഭാഗത്ത് നിന്ന് ഇസ്സത്ത് കിട്ടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മാതാപിതാക്കൾ ഉസ്താദന്മാരെയും ഒക്കെ പെടുത്തണേ റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങളുടെയും ദുആ പറയുന്നവരുടെയും പള്ളിക്കും ദർസിനും മദ്രസക്കും നൽകുന്ന സംഭാവനകൾ എല്ലാവരിലും അതാത് സമയത്ത് സ്വീകരിച്ച് നല്ല മുറാദുകൾ കൂട്ടി കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ
നിന്റെ മഹത്തായ ഫضل കൊണ്ട് സംഭാവനകൾ നൽകിയവരുടെ കുടുംബത്തിൽ മരിച്ചുപോയവരെ അവരൊക്കെയാണ് എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇന്നിവിടെ സംബന്ധിച്ച ആളുകൾക്ക് ചായയും വടിയും നൽകുന്ന ഹജ്ജ് മുദാത്തിയുടെ ദുആ ചെയ്യാൻ വേണ്ടിയാണ്. അതും സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ സവാബ് ഖബറിൽ ഉമ്മത്തെത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മഹദിയുടെ മക്കള് മക്കള് സഹോദരി സഹോദരന്മാർ കുടുംബങ്ങൾ മരുമക്കൾ പേരമക്കൾ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ മിസ്ലു സവാബ് പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറാളികൾക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ആരൊക്കെ മരിച്ചുപോയ എല്ലാവർക്കും നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളിലും കുടുംബങ്ങളിലും ദുആ ചെയ്യാൻ പറയുന്നവരിൽ രോഗികളുണ്ട്, ശമനം നൽകണേ അല്ലാഹ്. ഈ മഹല്ലിൽ നിന്നും മഹലിന്റെ പുറത്തും മുന്നൊക്കെയുള്ള ആളുകൾ ഈ സംവിധാനങ്ങളോട് സഹകരിക്കുന്നവരും സഹായിക്കുന്നവരുമാണ്. എല്ലാവർക്കും നീ ബർക്കത്തും ഐശ്വര്യവും ഇസ്സത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ആക്കിപത്ത് നന്നായി മരിക്കുന്നവരിൽ ഞങ്ങളൊക്കെ നീ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും ദുആ ചെയ്യാൻ പറയുന്നവർക്കും സലാമത്ത് നൽകണേ അല്ലാഹ്. താലിമീങ്ങളിലും കുടുംബങ്ങളിലും രോഗികളുണ്ട്, ശമനം നൽകണേ അല്ലാഹ്. നാട്ടിലും മഹല്ലത്തിലും കുടുംബത്തിൽ രോഗികളുണ്ട്, ശമനം നൽകണം അല്ലാഹ്. ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്, ശമനം നൽകണം അല്ലാഹ്. അല്ലാഹുവേ നിന്റെ മഹത്തായ ഫضل കൊണ്ട് എല്ലാ വിഷയങ്ങളിലും ഐശത്തിന്റെ മേഖലകളിൽ ഞങ്ങൾക്കും ദുആ ചെയ്യാൻ പറയുന്നവർക്കും ബർക്കത്ത് നൽകണേ അല്ലാഹ്. നാട്ടിലും നാടിന്റെ പുറത്തും ജോലി ചെയ്യുന്ന ആളുകൾ, വിദേശത്ത് ജോലിക്ക് പോയ ആളുകൾ എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകണം അല്ലാഹ്. സമാധാനവും സന്തോഷവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് ആളുകൾ മരിച്ചുപോയി, സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് നമ്മുടെ ദർസിൽ പഠിച്ച ഒരു കുട്ടിയുടെ ഭാര്യ കല്യാണം കഴിഞ്ഞതിന് ശേഷം 2 കുട്ടികളുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനാവുന്ന പണ്ഡിതന്റെ ഭാര്യ മിനിഞ്ഞാന്ന് മരണപ്പെട്ടു പോയി. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഖബർ സ്വർഗ്ഗീയ പൂങ്കാവനമായി കൊടുക്കണം അല്ലാഹ്. മക്കൾക്കൊക്കെ ക്ഷമിക്കാനുള്ള കഴിവും ഈമാനികമായ ശക്തിയും നൽകണം റബ്ബേ. അല്ലാഹ് ഫضل കൊണ്ട് റാഹത്ത് നൽകണേ അല്ലാഹ്. അപകടങ്ങൾ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ ഭാര്യമാരും കൂട്ടുകുടുംബങ്ങളും ഉസ്താദന്മാരും മാതാപിതാക്കൾ നാട്ടിലും നാടിന്റെ പുറത്തും ജോലി ചെയ്യുന്നവർ എല്ലാവരെയും കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. സന്തോഷകരമായ സാഹചര്യം എല്ലാവർക്കും നിലനിർത്തണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم